ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ല നെയ്മീൻ വാഴയിൽ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നെയ്മീൻ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി നന്നായി ആ മീനിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് സവാള, കുറച്ചുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചെറുതായി കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉള്ളി ചതച്ചതും സവാള ചെറുതായി കട്ടാക്കിയിട്ടുണ്ട്. തക്കാളിയും ചെറുതായി കട്ടാക്കിയിട്ടുണ്ട്. ആദ്യം ഓയിൽ ചൂടായി വരുമ്പോൾ ഉള്ളിയും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായി വാടണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇത് രണ്ടും വാടി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാല പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം വാടി വരണ പോലെ, വല്ലാണ്ട് വാടണ്ട, എന്നാലും ഒരു ബ്രൗൺ കളറാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇതിലൊഴിച്ച് കൊടുക്കുക. ആ കുടംപുളി ഇതിൽക്കിടാം. എന്നിട്ട് കുറച്ചും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു വാഴയില എടുത്തിട്ട്, ചെറിയ വാഴയിലല്ല, കുറച്ച് വലിയ വാഴയില എടുത്തതിന് ശേഷം അതിലേക്ക് ഈ മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നെയ്മീനും ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ബാക്കി ബാലൻസ് ഉള്ള മസാല അതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേലിട്ട് കൊടുക്കുക. ഉള്ളി ചെറുതായി വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വാഴയില നന്നായി ഒന്നിച്ച് കെട്ടണം. നെയ്മീൻ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ പൊള്ളിക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും നമുക്കുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാ, നമുക്കൊന്ന് ഇതൊന്ന് പൊള്ളിച്ച് നോക്കിയാലോ. അങ്ങനെ വേഗം പോയി ഒരു വാഴയിലൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഇക്കയാണ്. ഞാൻ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും കട്ടാക്കി വെച്ച് കൊടുത്തു, ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ബാക്കിയെല്ലാം ഇക്കയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് നമുക്ക് ആ മസാല ഉണ്ടാക്കിയ പാനിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കണം. കുറേ നേരം വേവിക്കണ്ട. നമ്മൾ ആദ്യമേ എല്ലാം കുക്ക് ചെയ്ത ഐറ്റംസ് അല്ലേ ഇതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം വേണമെന്നില്ല. മസാല ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് കുറച്ച് വേവിക്കണം. അതിന് ശേഷം നമുക്കതിനടുത്ത് വാഴയിലൊക്കെ മാറ്റി നമുക്കത് കഴിക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.